ഹായ് ഹലോ വെൽക്കം ടു മൈ ബാംഗ്ലൂർ വ്ലോഗ്. നമ്മൾ ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഞാൻ പഠിക്കുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് ട്രിപ്പ് ഉണ്ട് ടു ബാംഗ്ലൂർ ഫ്രം കൊച്ചിൻ. സോ ഞാൻ സിയാലിലെത്തി ആൻഡ് ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു സീ. എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന് പോകുന്നു. ദെൻ അവിടുന്ന് ബാക്ക് ടു ബസ്സാണ്. ആദ്യം ട്രെയിനാണ് പറഞ്ഞത്, പിന്നെ ബസ്. സോ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു. നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഐ മീൻ ഗേറ്റിൽ. ദെൻ ഞങ്ങൾ വരുന്ന വഴിക്ക് ടോവിനോനെയൊക്കെ കണ്ടു ആൻഡ് രസം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു. ഇറ്റ്സ് എ ഷോർട്ട് ഹോൾ ഫ്ലൈറ്റ്, അങ്ങനെ എന്ത് പറയൂലേ, ഐ ഡോണ്ട് നോ. ഓക്കെ, അവിടെ കയറി ഇരുന്നു ആൻഡ് ഐ എം ലക്കി ഐ ഗോട്ട് എ വിൻഡോ സീറ്റ്. ആൻഡ് ഞാനിങ്ങനെ ജസ്റ്റ് സിയാലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണുമായിരുന്നു. ദെൻ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ഭയങ്കര സൂപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നോക്കുമ്പം എനിക്ക് മലയല്ലാതെ വേറൊന്നും കാണുന്നില്ല. ഇത് ശരിക്കും പ്രൂവനായി ഞാൻ താമസിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ തന്നെയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആക്ച്വലി. വി ആർ ബ്ലെസ്ഡ് വിത്ത് beautiful nature, and it's my first flight that conducted by an institute. It's a part of our course, a flight trip from Cochin to Bangalore. We'll be spending about trip, like I spent my trip 2 days and 1 night in there in Bangalore, and I will be there with another one. It's a surprise, you can see in this video. Yeah, I'll be coming back tomorrow evening by train, and some of our friends will be staying here and they will be came back to Angamale day after tomorrow. With us and hope you have a pleasant stay in Bangalore. Thank you. So we are almost landing. പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ, പെട്ടെന്ന് പോയി. സോ നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു ആൻഡ് എയർലൈൻ്റെ ബസ് നമ്മളെ ടെർമിനലിൽ കൊണ്ട് എത്തിച്ചു. ആൻഡ് my favorite one is on the way and she is searching for me wearing a purple and blue jeans and top. എന്നെ കണ്ടിട്ടില്ല, ആളവിടെ ഭയങ്കരമായിട്ട് കിടന്ന് തപ്പിക്കൊണ്ടിരിപ്പുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോയി സർപ്രൈസ്. So it's the time for me. ഞങ്ങൾ അവസാനം എത്തി. Finally we met. 2 ദിവസത്തിന് ഇനി ലോങ് ഡിസ്റ്റൻസ് കസിൻഷിപ്സ് ഒന്നും അല്ല, ഞങ്ങൾ വെരി നിയർ ഡിസ്റ്റൻസ് കസിൻസ്. അതെ, ഐസ് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നത്, കെമ്പേഗൗഡയിൽ. അതെ, ഐസ്ലാന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ എയർപോർട്ടിലേക്കൊന്നും വരാറില്ല, പക്ഷെ ഐസ് കാരണം ഇന്ന് വന്നു. So 2 days, 1 night, 2 days. അപ്പം ടൈം ഒട്ടും കളയണ്ട, അതെ, നമുക്ക് ആദ്യം തന്നെ ഷോപ്പിങ്ങിലേക്ക്. അതെ, ഞങ്ങൾ വന്നുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇഷ്ടം ഒന്നുകൂടെ, പക്ഷെ എല്ലാ മൊമെന്റ്സും നിങ്ങളോടും കൂടെ നമുക്ക് ഷെയർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ളതാണല്ലോ ഇനിയും. അതാണ് മെയിൻ റീസൺ കേട്ടോ, അതായത് ഞങ്ങൾക്ക് വീണ്ടും കാണണം. ഇറ്റ്സ് ടോട്ടലി ബിക്കോസ് ഓഫ് മേക്കിംഗ് മെമ്മറീസ്. ഓക്കെ, no, don't pause. How was your first flight? It's pretty good. Okay. I don't feel anything excited in there actually. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നറിയോ, നമ്മൾ ഡിപ്പാർച്ചർ ചെയ്യുന്ന സമയത്ത് സ്പീഡ് ചെണ്ടൊരു ഒറ്റ പൊങ്ങ നല്ല രസമായിരുന്നു. അതായത് നമ്മൾ ജെയിൻ വീലിലൊക്കെ കയറുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, എക്സലില്ല. അതായത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പോയിട്ട് നേരെ മണ്ടേ ചെന്നിട്ട് ഇങ്ങനെ ആവും, അതും ഭയങ്കര രസമാണ്, നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ടേൺ അറൗണ്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ എന്താ പറയുക റൺവേയിലേക്ക് വരുന്നത്. സോ അപ്പം നമുക്കതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും, നമ്മൾ ഇങ്ങനെ ശരിയും പിന്നെ ഇങ്ങനെ ശരിയും. നല്ല രസമായിരുന്നു ആക്ച്വലി, അതെനിക്കിഷ്ടമാണ്. ഇവർ പേടിയൊന്നുമില്ല, ചത്ത പോയപ്പോൾ ബി ആൻ അഡ്വഞ്ചർ. സോ ബാംഗ്ലൂരിൽ ഡൊമസ്റ്റിക് അറൈവൽ ടെർമിനലിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ
വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ അവിടെ നിന്ന് ടാക്സി പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ലാസ്റ്റ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് വരേണ്ടി വന്നു. ടാക്സി മീൻസ് ബസ് ഓട്ടോ ഒന്നുമില്ലായിരുന്നു അവിടെ. എൻ്റെ അമ്മ. ആൻഡ് ദ വെരി ബെസ്റ്റ് ആൻഡ് എക്സൈറ്റിംഗ് തിങ് ഫോർ മീ ഈസ് വാലന്റൈൻസ് ഡേ ആയതല്ല, എയ്റോ ഇന്ത്യ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ സോ ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഐ എം വെരി സോറി ബിക്കോസ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അത് കണ്ടതിൻ്റെ ആവേശത്തിൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു സാധനം വായി നോക്കിയിരിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ. ഐ എം സൂപ്പർ ഹാപ്പി. So, so I can see a beautiful Valentine's Day frame in my background. It's so cute. Yeah. And for 2 days, she's my Valentine. Yes. Meet my Valentine. വാലന്റൈൻസ് ഡേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ വലിയ ഡെക്കറേഷൻസ് ഒന്നും എനിക്ക് ബാംഗ്ലൂരിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ബട്ട് ഫൈൻഡ് ചെയ്തൊക്കെ ക്യൂട്ടായിരുന്നു. So guys, first we took a cab to get to Majestic. So she's here and I'm just flying. Yes, in Lagos. Okay. Do you like this climate? How are you feeling that? It's exactly like Kerala, my location Andaman. Oh, okay. I don't feel anything hot or something. I'm just wearing this sweat, but I don't feel any. Yeah, you know what this is. What to say? I don't know. Winter clothes. I think I'm just comfortable with that hot climate. That's why I don't even getting any uncomfortable. Yeah. And it's very good to wear a sunglass because of the light. Dark circle is appear. And most of our trips are not planned, and this is also not planned. Not planned. Because the reason is February 14th, Yes. the date. Yes. Like we always, in case of our cousins group or something, we always plan unexpected trip at the very mid point, right? Unexpected trips will work out for us. നമ്മളിങ്ങനെ ഇരിക്കും and we just think, okay, നമുക്ക് ഒരിടത്ത് പോയേക്കാം. അതെ, പെട്ടെന്ന് പോവാം. ബഡ്ജറ്റ് ഉള്ളതുപോലെ ഞങ്ങൾ ഇട്ട് Yeah, exactly. അത് ചിലപ്പോ 10 പൈസ എടുത്ത് കയ്യിലില്ലാത്തപ്പോഴത്തേക്കും ഞങ്ങൾ എവിടെയെങ്കിലും പോകും. അതെ. And these like spending തന്നെയല്ല, we collect a bundle of memories. Yes. And all of us, we have a folder. The name is Tuan. Yes. And we have thousands of Memories with us. And Wherever we are there, we'll create memories. എൻ്റെ ഒരു അഭിപ്രായത്തില് മനുഷ്യന്റെ ജീവിതം തന്നെ മെമ്മറീസ് കളക്ട് ചെയ്യണമെന്നാണ്. യാത്ര നമ്മൾ കുറേ കാശ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതെ. The time we are saving. ജീവിക്കുന്നുള്ള നിമിഷമെങ്കിലും സന്തോഷമായിട്ട് അത് തന്നെ. അതിപ്പം എന്താ പറയാ, ക്യാഷ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മാറ്റർ. ബട്ട് ക്യാഷിനെക്കാളും ഒരുപാട് സാധനങ്ങളുണ്ട്. There is another world rather than money. Money can buy happiness, but money can't. Well, yeah, money is a need for happiness. Yeah, that is. Sometimes നമ്മൾ ഓർക്കും money is the only thing that can buy happiness, but എന്താ പറയാ, നമ്മളത് യൂസ് ചെയ്ത പോലെ ഇരിക്കും. അതെ. ഇല്ലാത്തപ്പോ ഇല്ലാത്ത പോലെ ഉള്ളപ്പോ ഉള്ള പോലെ. No, money എന്നുള്ളൊരു സാധനം നമ്മുടെ ഹാപ്പിനെസ്സിനെ ഒരിക്കലും ഹാം ചെയ്തില്ല. കാര്യം we are living in Idukki, and we are surrounded with the beautiful Greeneries, mountains, hill stations. Yeah, exactly. And we don't even want 10 paisa to see Go that. around. Yeah. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. സോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല മണി ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ള കാര്യം. That was a I mean, Excuse me. just continue. ഫേബ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ക്യാബിലൊക്കെ വെച്ച് കഴിച്ചിട്ട് ആദ്യം തന്നെ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങി. ആൻഡ് കുറച്ച് സാധനങ്ങൾ കണ്ടു. ആദ്യം ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് എനിക്ക് ഒത്തിരി സാധനങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഷീ ഈസ് ഒബ്സസ്ഡ് വിത്ത് ക്യൂട്ട് തിങ്സ്, ഡോണ്ട് മൈൻഡ്. ഓക്കെ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മളെവിടെയാ പോകുന്നത്?
നമ്മളെവിടെയാ പോയത്? സോ വൈകുന്നേര സമയം 4. എവിടെ പോകും നമ്മൾ ശിവജി നഗർ ഇപ്പൊ മജസ്റ്റിക്ക് പോയിട്ട് ചെറിയൊരു ടോപ്പ് മാത്രമേ മോസ്റ്റ് പ്രോബ്ലി ഞാനത് മാത്രം എടുക്കാനാണ് സാധ്യത. ഞാനിവിടെ മെയിനായിട്ട് വന്നത് ഇവിടുത്തെ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കണ്ടിട്ട് എന്തൊക്കെ തോന്നി ആ ഒരു ഡിഫറൻസ് ഒക്കെ തോന്നി? ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ലോ ആണ്, പക്ഷേ കളക്ഷൻ അതായത് നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നത്ര വലിയ കളക്ഷൻ ഞാനിവിടെ ഒന്നും കണ്ടില്ല. മജസ്റ്റിക്സിൽ കണ്ടില്ല. ശിവജി പോയിട്ട് അവിടെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഇവിടെ ശിവജി നഗർ വന്നേക്കുന്നതാണ്. അതെ, ഫുൾ ക്രൗഡഡ് ആണെന്നല്ല. ഓക്കെ, ക്രൗഡഡ് ആണ്, കുഴപ്പമില്ല. നോട്ട് ദാറ്റ് മച്ച് എക്സ്പെക്റ്റഡ് ഒന്നും കിട്ടിയില്ല. അതെ. പിന്നെ കുറച്ച് ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്തു. പാൽക്കോവ എന്ന് പറഞ്ഞ എന്തൊരു സാധനം, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളത് ട്രൈ ചെയ്തു, കൊള്ളായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ ട്രാവലിന് തന്നെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ എനർജി എല്ലാം തന്നെ പോയി. ട്രഡീഷണൽ പാൽക്കോവയാണെന്നാണ് പറഞ്ഞത്. നോക്കാം എങ്ങനെ ഉണ്ടായി. സോ ഗൈസ്, ഞങ്ങൾ എന്താണ് കഴിക്കുന്നത്? പാൽക്കോവ ട്രഡീഷണൽ ഫുഡാണെന്നാണ് പറയണത്. എങ്ങനെയുണ്ടോ? പപ്സിനകത്ത് ഞാനും പപ്സില്ലേ അതിനകത്ത് നമ്മുടെ മിൽക്ക് കോവ പാൽക്കോവ എക്സർ പാൽക്കോവ വെച്ച് എങ്ങനെയൊക്കെ അതുപോലെ തന്നെ കൊള്ള സാധനം കൊള്ളാം. ശിവജി നഗർ വന്ന ഷോപ്പിംഗ് നിർത്തിയിട്ട് എല്ലാവരും തിന്നാറെങ്കിൽ അതായിരിക്കും നല്ലത്. ഞങ്ങൾ നാട്ടിൽ നല്ല റോസ് മിൽക്ക് കിട്ടി. ഇത് കൊള്ളാം. നമ്മൾ ഡേ പാസ് എടുത്തുകൊണ്ട് പിന്നെ ബസ് കൂലിയെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതാണ് കർണാടകയിലെ നിയമസഭാ മന്ദിരം. ആൻഡ് ഫസ്റ്റ് ഡേ ഷോപ്പിങ്ങും ട്രാവലും ഒക്കെ ആയിട്ട് ഭയങ്കര ഹരിബരി. ബട്ട് സെക്കൻഡ് ഡേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതെ, എക്സാക്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ. ഹായ് കൊടുക്കണി, ഹായ് കൊടുക്ക്, ഹായ് കാണിക്കേ. ഫേബ ഇലക്ട്രോണിക് സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് കെമ്പകോടെ നിന്ന് ഇലക്ട്രോണിക് സിറ്റി വരെ ഒത്തിരി ദൂരം എടുത്താൽ ട്രാഫിക് എൻ്റെ അമ്മ ആൻഡ് എവിടെ തിരിഞ്ഞാലും മലയാളികൾ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇവിടെ തീർന്നു. ഡേ 2 വീഡിയോ ആയിട്ട് ഞാൻ എളുപ്പം വരാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.